ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മറ്റൊരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നോർത്ത് കേരള സെക്ഷൻ്റെ യൂട്യൂബ് ചാനലായ അഡ്വന്റിസ്റ്റ് ഡിവൈൻ മെസ്സഞ്ചറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. അനേക പ്രതികൂലങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രഭാതത്തിലാണ് നാം ആയിരിക്കുന്നത്. എങ്കിലും ദൈവസന്നിധിയിൽ നാം ഒന്നിച്ച് അല്പസമയം ചിലവഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. ഒരു നിമിഷം നേരം നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നല്ലൊരു പ്രഭാതം കാണുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തുതിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രഭാതം, ഈ പകല് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇവിടെ നാം വായിച്ച വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സ്വാഭാവികമായി ഒരുപാട് വിചാരങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ മാറി ചിന്തിക്കുവാൻ, വിചാരിക്കുവാൻ മനുഷ്യൻ തുടങ്ങും. മനുഷ്യൻ എന്ന വാക്കിനർത്ഥം തന്നെ മനനം ചെയ്യുന്നവനാണ്, ചിന്തിക്കുന്നവനാണ്, അല്ലെങ്കിൽ വിചാരിക്കുന്നവനാണ്. ഈ ചിന്തയും വിചാരവും ഒക്കെ ഉള്ളത് മനുഷ്യനാണ്. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അസ്ഥാനത്താണ് കണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മോട് പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാം വിചാരപ്പെടുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ നാളെയെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മുന്നോട്ടുള്ള ഗമനാഗമനങ്ങളെക്കുറിച്ച് അറിയാവുന്ന, ചിന്തിക്കുന്ന, വിചാരപ്പെടുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ചിന്തകളെല്ലാം അസ്ഥാനത്താണ് എന്നാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. പൗലോസ് ഇത് ഒരു കാരാഗൃഹ ലേഖനം തന്നെയാണ്. റോമിലെ കാരാഗൃഹത്തിൽ, അല്ലെങ്കിൽ ഫിലിപ്പി എന്ന് പറയുന്നത് റോമൻ പട്ടാളത്തിൻ്റെ അധിനിവേശ ക്യാമ്പാണ്. അവിടെ സ്ഥാപിതമായിരിക്കുന്ന ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതുകയാണ്. വളരെ നല്ല പ്രത്യാശ നിലനിൽക്കുന്ന ഒരു അവരുടെ സമൂഹമാണ് ഫിലിപ്പിയിലുള്ളത്. ആ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി, അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ കർത്താവുള്ള ആശ്രയം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പൗലോസ് എഴുതിയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത്. ഈ രാവിലെ സമയം നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് വിചാരപ്പെടുന്നത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ് അവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ചരിത്ര പ്രശസ്തമായ ഗിരിപ്രഭാഷണങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് സാൻമാർഗിക ജീവിതത്തിൽ മനുഷ്യൻ അവലംബിക്കേണ്ടതായ, പ്രായോഗികമാക്കേണ്ട, മനുഷ്യൻ പഠിക്കേണ്ടതായ, ശീലിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് വളരെ സരസമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം വിചാരപ്പെടുന്നതിൽ നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. പിന്നെ എന്തിനാ വിചാരപ്പെടുന്നത്? നമ്മൾ വിചാരപ്പെടുന്നതിൽ നമുക്ക് ഒരു മുഴം നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ, നമ്മളിൽ എന്തെങ്കിലും രൂപഭേദങ്ങൾ വരുത്തുവാനോ, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനോ വിചാരിക്കുന്നതിൽ സാധിക്കുകയില്ല. കാരണം വിചാരങ്ങൾ വെറും ചിന്തകൾ മാത്രമാണ്. ആ വിചാരങ്ങൾ യഥാർത്ഥമായി അതിൻ്റെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കണം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അനേക കാര്യങ്ങൾ വിചാരപ്പെടുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്ന്, എന്തിനൊക്കെയാണ് മനുഷ്യൻ വിചാരപ്പെടുന്നത്? നമ്മൾ പലപ്പോഴും വിചാരപ്പെടുന്നു. ഒന്ന്, കർത്താവ് ഇവിടെ പറയുന്നു മത്തായിയുടെ സുവിശേഷം 6:34, നാളേക്കായി വിചാരപ്പെടരുത്. മനുഷ്യനെല്ലാം ഫ്യൂച്ചറിനെ കുറിച്ച് കൺസേൺ ഉള്ള ആൾക്കാരാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും,
ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്താകും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താകും. ഇത്തരത്തിൽ നാളെയെക്കുറിച്ച് ചിന്തയാണ് മനുഷ്യനെ പലപ്പോഴും ഭയങ്കരമായിട്ട് മതിക്കുന്നത്. ഈ രാവിലെ സമയത്ത് നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ രാവിലെ സമയം ഈ സന്ദേശത്തിന് മുമ്പിൽ ഉണ്ടെങ്കിൽ, നാം വിചാരപ്പെടുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കുവാൻ, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ, നമ്മുടെ അതിരുകളെ വിശാലമാക്കുവാൻ, നമ്മുടെ പശ്ചാത്തലത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ രാവിലെ നമുക്കുണ്ടാകേണ്ടതാണോ? നാളെക്കുറിച്ച് വിചാരപ്പെടുന്നു. നമുക്കറിയാം, കാലങ്ങൾ മുന്നോട്ട് പോകും തോറും മനുഷ്യൻ അസമാധാനത്തിന് പിടിയിലാണ്. മനുഷ്യൻ ആശങ്കാകുലരാണ്, ഉത്കണ്ഠയുള്ളവരാണ്. കാരണം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കുവാൻ, ആർക്കും അത് പറയുവാൻ സാധിക്കാത്ത നിലയിലാണ് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാവിലെ സമയം നമ്മുടെ വിചാരങ്ങൾ കർത്താവിൽ സമർപ്പിക്കുക. പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയണം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ വിചാരങ്ങൾ വരുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ്, ദൈവാശ്രയമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തിലുള്ള പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്, ദൈവത്തെ ശരണം പ്രാപിക്കേണ്ടതുപോലെ ദൈവത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും വിചാരങ്ങൾ നമ്മെ പിടിമുറുക്കുന്നത്. അല്ലെങ്കിൽ വിചാരങ്ങളുടെ ബഹുത്വത്താൽ നമ്മൾ അസ്വസ്ഥരായി മാറുന്നതിൻ്റെ കാരണം തന്നെ ദൈവാശ്രയം, പ്രോപ്പറായുള്ള ദൈവാശ്രയമില്ലായ്മയാണ് എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞ് തൻ്റെ പ്രസംഗം കേൾക്കുവാൻ വന്ന സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ചാണ്. ഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ പല ചിന്തകളുണ്ടായിരുന്നു. പലപ്പോഴും ഇവിടെ പറയുന്നത് എന്തു തിന്നും എന്നതിനെക്കുറിച്ച് വിചാരപ്പെടുന്ന ആൾക്കാരുണ്ട്. നാളെ എന്തു ഭക്ഷിക്കും? നമുക്കറിയാം, ഒരു കോമൺ ചിന്തയാണത്. നാളത്തെ പ്രഭാതത്തിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കുന്ന അമ്മമാരുണ്ട്. നാളെ എന്താണ്? പക്ഷെ തിന്നുന്ന കാര്യത്തിൽ ഇന്ന് മനുഷ്യന് സുഖലോലുപന്മാരുടെ ഒരു ലോകത്തിലാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണങ്ങൾ ന്യൂജൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന തലമുറകളുടെ ഭക്ഷണ രീതികൾ പോലും ഈ തരത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. അത്തരത്തിലുള്ളവരാണ് നാളെ എന്തു തിന്നും. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന കുഴിമന്തി അല്ലെങ്കിൽ അൽഫാം ഇതെല്ലാം മാറി മനുഷ്യന് എന്തു തിന്നും എന്നുള്ള പരീക്ഷണത്തിൽ, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ തിന്നാൻ സാധിക്കും എന്നുള്ള ചിന്തയിലാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കുന്നത്, എന്തും തിന്നുവാൻ മടിക്കാത്ത ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ എന്തും തിന്നുവാൻ ആഗ്രഹിക്കുന്ന തലമുറകളുടെ നടുവിൽ എന്തു തിന്നുമെന്നൊരു ചോദ്യം പ്രസക്തവുമാണ്. ചിന്ത മനുഷ്യനെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഏലിയാവിനെ ദൈവം അയക്കുന്നുണ്ട് കെരീത്തിലേക്ക്. കെരീത്തിലെ വെള്ളം വറ്റി. ഏലിയാവ് കെരീത്തിലിരിക്കുന്ന വേളയിൽ ദേശം മുഴുവൻ ക്ഷാമത്തിലാണ്. ഏലിയാവിന് ആഹാരം കൊടുക്കുവാൻ ദൈവം കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏലിയാവിന് അറിയത്തില്ല. ഒരുപക്ഷെങ്കിൽ ഏലിയാവിനെ ഈ ചിന്ത ഒരുപക്ഷെ അലട്ടിക്കാണും. കൊടിയ ദാരിദ്ര്യത്തിൽ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ദേശത്തിലെ തോടുകളും നദികളെല്ലാം വറ്റി വരണ്ടു. കുടിക്കാൻ വെള്ളമില്ല. അതുപോലെ തന്നെ ജനങ്ങളെല്ലാം പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോൾ ദൈവഭക്തനായിരിക്കുന്ന ഏലിയാവിനോട് ദൈവം പറയാണ് കെരീത്തിലേക്ക് പോവുക. ഏലിയാവിനെ ഒരുപക്ഷെങ്കിൽ ഏലിയാവ് ചിന്തിച്ചു കാണും, ഞാൻ എന്താണ് ഭക്ഷിക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ വിളിച്ചവൻ ദൈവമാണ് എന്ന ആ വിശ്വാസം നമ്മെ ഭരിക്കുന്നെങ്കിൽ, ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ദൈവം നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പഠിക്കുവാൻ, എന്ന് ശീലിക്കുവാൻ നാം പഠിക്കണം. പ്രിയ ദൈവമക്കളെ, അതാണ് ഏലിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു. ഏലിയാവ് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ഏലിയാവിനെ പോറ്റി പുലർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ പക്കൽ ആയതുകൊണ്ട്, ദൈവത്തിൻ്റെ മകനായതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകനായതുകൊണ്ട്, ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇനിയും തികയ്ക്കാനുള്ളത് കൊണ്ട് ഏലിയാവിനെ ആ സാരഭാത്തിലും കെരീത്തിലും ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു. ഈ രാവിലെ ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം എന്തു തിന്നും എന്നതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട
നമുക്ക് വാ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായെ നിറയ്ക്കുവാൻ അവൻ ശക്തനാണ്. നമ്മെ വിളിച്ചവൻ ദൈവമാണെങ്കിൽ നമ്മെ അന്ത്യം വരെ വഴി നടത്താൻ അവൻ ശക്തനാണ്, പ്രാപ്തനാണ് എന്ന തിരിച്ചറിവ് ഈ രാവിലെ സമയം ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളുടെ മുമ്പിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എന്തുടുക്കും? നമുക്കറിയാം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലം നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കൊക്കെ ഒരുപക്ഷെങ്കിൽ ഉണ്ടായിരുന്ന കാലം കാണും. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കുവാനും ഉടുക്കുവാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതം ആയിരിക്കുകയാണ്. എന്തുടുക്കും? ഇവിടെ യാക്കോബിൻ്റെ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. യാക്കോബ് തൻ്റെ സഹോദരനെ ഭയന്ന് നാട് വിട്ടു പോകുമ്പോൾ, പത്തനാരാമിലേക്ക് പോകുമ്പോൾ, ബെർശേമ മരുഭൂമിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഒരു വാചകം ഇതാണ്: ദൈവമേ, എനിക്ക് ഉടുപ്പാൻ വസ്ത്രം തരണം. വസ്ത്രം, മനുഷ്യന് ശരീരത്തിന് ആവശ്യമാണ് വസ്ത്രം, ജീവൻ ആവശ്യമാണ് ആഹാരം, അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് വസ്ത്രം. നമ്മുടെ നഗ്നത മറച്ച് സമൂഹത്തിൽ ഏറ്റവും മാന്യമായി ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. ആകയാൽ ഇവിടെ യാക്കോബിൻ്റെ പ്രാർത്ഥന, ദൈവമേ എനിക്ക് ധരിപ്പാൻ വസ്ത്രം തരണം. ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: അവർ 40 വർഷം മരുഭൂമിയിൽ കൂടി നടന്നു, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞുപോയില്ല. ദൈവമാണ് അവരെ അത്ഭുതകരമായി നടത്തിയത്. പലപ്പോഴും നശിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള ചിന്തകൾക്കാണ് നാം പ്രസക്തി കൊടുക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക പദ്ധതികൾക്ക് വിധേയപ്പെടുവാണ്ടക്കണം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വശം. ഈ രാവിലെ സമയം നമ്മൾ മാറി ചിന്തിക്കുവാണ്ടക്കണം. ശരിക്കണം പ്രിയ ദൈവമക്കളെ, ദൈവം യാക്കോബിനെ എത്ര അത്ഭുതകരമായി പരിപാലിച്ചു. 20 വർഷം അവൻ ഉടുപ്പാൻ ആവശ്യമായ വസ്ത്രം ദൈവം കൊടുത്തു. അങ്ങനെ 20 വർഷത്തിനു ശേഷം അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ വസ്ത്രമില്ലാത്തവനായിട്ടല്ല, അവനും അവൻ്റെ ഭാര്യമാർക്കും അവൻ്റെ മക്കൾക്കും ഒക്കെ ധരിപ്പാൻ തക്കതായ വസ്ത്രം കൊടുത്ത് ദൈവം അവനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തു കുടിക്കും? മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഉഷ്ണതരംഗം വളരെ വ്യാപകമായിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മനുഷ്യൻ എത്ര കുടിച്ചാലും മനുഷ്യൻ്റെ ദാഹം ശമിക്കുന്നില്ല. കാരണം ദാഹം ശമിക്കത്തക്ക രീതിയിൽ സ്ഥിരമായിട്ട് ദാഹത്തെ മാറ്റി നിർത്തുവാൻ, കുടിക്കുവാൻ തക്കതായി എന്തെങ്കിലും വിപണിയിൽ കിട്ടുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് ആധുനിക ലോകം. എന്നാൽ നമ്മൾ എന്തു കുടിക്കുമെന്നതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്ത് ഹാഗാറിന് തോളിൽ വെച്ച് ഹാഗാറിനെ മകനെ പറഞ്ഞയച്ചു. ധനാട്യനായിരിക്കുന്ന അബ്രഹാം ചെയ്തത് വളരെ കുറവാണ്. 9 തുരുത്തി വെള്ളം കൊടുക്കാൻ തക്കവണ്ണം സാമ്പത്തികമായ ഭദ്രതയുള്ളൊരു മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിൽ ജനിച്ച മകനാണ് ഇസ്മായിൽ. ഹാഗാറിന് ജനിച്ച ആ മകൻ തൻ്റെ മകനാണ്. അതുപോലെ തന്നെ ആ മകൻ്റെ അമ്മയാണ് ഹാഗാർ. അവരെ പറഞ്ഞയക്കുമ്പോൾ ഒരു തുരുത്തി വെള്ളത്തിൽ മാത്രം ഒതുങ്ങിയതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഈ രാവിലെ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ അബ്രഹാം പഠിപ്പിക്കുകയായിരുന്നു. പലപ്പോഴും കലവറയില്ലാതെ അല്ലെങ്കിൽ കലവറയ്ക്കപ്പുറമായി നമുക്ക് സുഭിക്ഷം വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ കൊടിയ ദാരിദ്ര്യം അല്ലെങ്കിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വൈതരണികൾ, പ്രതികൂലങ്ങൾ, ഇതൊക്കെ കടന്നു വരുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക നമ്മെ പഠിപ്പിക്കുന്നതാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. നീതിമാന് കഷ്ടത വിരിയേല എന്നല്ല, നീതിമാന് പ്രതികൂലങ്ങൾ ഉണ്ടാകുകയില്ല എന്നല്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എങ്കിലും അവയെല്ലാത്ത യഹോവ അവനെ വിടുവിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: നീതിമാൻ വീഴുകയില്ല എന്നല്ല, നീതിമാൻ വീണാലും അവൻ നിലംപരിചാകിയില്ല. യഹോവ 6 കഷ്ടത്തിൽ നിന്നെ വിടുവിക്കും. കഷ്ടത ഉണ്ടാകുകയില്ല എന്നല്ല, കഷ്ടതകൾ വരും. 6 കഷ്ടത്തിൽ നിന്ന് യഹോവ നിന്നെ വിടുവിക്കും. 7-ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. ഈ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ തക്കണം ഈ രാവിലെ സമയം നമുക്ക് കഴിയണം. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഇതാണ് നാം കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാം വിചാരപ്പെടുന്നവരാണോ? കർത്താവും ശിഷ്യന്മാരുമായി ഗലീല കടലിലൂടെ അക്കരയ്ക്ക് പോകുന്ന വേളയിൽ അല്ലെങ്കിൽ ഗദരദേശത്തേക്ക് പോകുന്ന വേളയിൽ
അവരെ ചെറിയ പടകിൽ തിരകൾ തള്ളിക്കയറി ബോട്ട് മുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് നല്ല സുഖ നിദ്രയിലാണ്. ശിഷ്യന്മാർ ജീവന് വേണ്ടി പരക്കം പായുകയാണ്, അല്ലെങ്കിൽ വിചാരപ്പെടുകയാണ്. ബോട്ടിൽ കയറുന്ന വെള്ളം കോരിക്കളയുന്നു. അടുത്തയാൾ കോരുന്നു, പിന്നെയും വെള്ളം തിര തള്ളിക്കയറുന്നു. അങ്ങനെ ബോട്ട് മുങ്ങുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് കർത്താവ് അമരത്ത് തലയണ വെച്ചുറങ്ങുന്നത് കാണുന്നത്. അവർ കർത്താവിനെ തട്ടി ഉണർത്തി ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ഈ രാവിലെ സമയം നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് നാം ആ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കുള്ളവരെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നാം ഇവിടെ ഈ ഭൂമിയിലായിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നാം ആഗ്രഹിച്ചതല്ല. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ആ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ രാവിലെ സമയം നമുക്കുണ്ടാകേണ്ടതാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യം, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മുടെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ അതേ തലമുറകളെക്കുറിച്ചും ഒക്കെ നമുക്ക് വിചാരമുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഈ രാവിലെ സമയം നാം ആശ്രയിക്കണമെന്നാണ് ഈ ചിന്തകൾ, ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഈ രാവിലെ സമയം ദൈവവചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിചാരങ്ങൾ കർത്താവിൽ സമർപ്പിക്കാം. നമുക്കറിയാം, വളരെ മനോഹരമായ ഒരു തിരുവചന വേദഭാഗമാണ് നാം യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അതിങ്ങനെയാണ്, നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നിങ്ങളുടെ തിന്മയ്ക്കല്ല, നിങ്ങളുടെ നന്മയ്ക്കാണ്. പ്രവാസത്തിലേക്ക് പോയ ജനം അവരെ നാടും വീടും വിട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവരെ ആരാധിച്ചു വന്നിരുന്ന ദൈവാലയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരെ കൃഷിപ്പുരയിടങ്ങൾ നഷ്ടപ്പെട്ടു. അവരുടെ വീടുകൾ കുപ്പക്കുന്നുകളാക്കി, അവരെ പ്രവാസത്തിലേക്ക് അടിമകളാക്കി. അതേ നെബൂഖദ്നേസർ രാജാവ് അവരെ ബാബിലോൺ പ്രവാസത്തിലാക്കി വെക്കുമ്പോഴും ദൈവം അവരെക്കുറിച്ച് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് നിരൂപണങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മളാണെങ്കിൽ ചോദിക്കും, നിരൂപണമുണ്ടായിട്ടാണോ ഞങ്ങളിവിടെ ആക്കിയത്? നിരൂപണമുണ്ടായിട്ടാണോ ഞങ്ങളുടെ നാടും വീടും ഒക്കെ വിട്ട് ഈ ബന്ധനത്തിൽ, ഈ പ്രവാസത്തിൽ, ഈ അന്യദേശത്തിൽ നിന്ദിക്കപ്പെട്ടവരായി, ത്യജിക്കപ്പെട്ടവരായി ഞങ്ങൾ കഴിയേണ്ടി വരുന്നത്? ദൈവമേ, നിനക്ക് വിചാരമുണ്ടായിട്ടാണോ? തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് കഷ്ടത ഉണ്ടാകത്തില്ല എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. നാം ഒരു ദൈവ പൈതലായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരികയില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി അവരെ നടന്ന് വലഞ്ഞ് ആണ് അക്കരെ ആ പ്രോമിസ് ലാൻഡിലേക്ക് എത്തിയത്. അതുപോലെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ മേൽ വരും. അതിൻ്റെ മധ്യത്തിലും തകരാതെ പതറാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഈ രാവിലെ സമയം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാളുകളായി നമ്മൾ ചിന്തിക്കുന്ന, ഭാരപ്പെടുന്ന, വിചാരപ്പെടുന്ന കാര്യങ്ങളിൽ അതിനപ്പുറത്ത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ ചിന്തകളെ ദൈവത്തിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലായിരുന്നപ്പോഴും അവരെക്കുറിച്ച് വിചാരപ്പെട്ട് അവരെ മടക്കി വരുത്തിയ ദൈവമേ, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നപ്പോഴും അവരെ കുറിച്ച് വിചാരപ്പെട്ട് അവരെ അതേ മരുഭൂമിയിൽ കൂടി നടത്തി അവരെ സുഭിക്ഷമായ നന്മകളാൽ നിറച്ച് അവരെ പ്രോമിസ് ലാൻഡിലേക്ക് നയിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതം ശുഭകരമായി പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിക്കണം, കുറവുകൾ ക്ഷമിക്കണം. അങ്ങയെ ശരണം പ്രാപിക്കേണ്ടതുപോലെ ശരണം പ്രാപിപ്പാൻ, അങ്ങയെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണം.
എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നോർത്ത് കേരള സെക്ഷൻ്റെ യൂട്യൂബ് ചാനലായ ഡിവൈൻ മെസ്സഞ്ചറിലേക്ക് സ്വാഗതം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നല്ല സുപ്രഭാതം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.